വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക്കിലേതാണ്. എക്സാമ്പിൾസ് ഓൺലി, എക്സാമ്പിളുകൾ മാത്രം. കാരണം ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിറയെ എക്സാമ്പിളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ അതിനുള്ള ആൻസർ കണ്ടെത്താനും മാർക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോയിൽ എക്സാമ്പിൾസ് മാത്രമാണ് ഉള്ളത്. റൂൾസ് ടു ചേഞ്ച് ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്തൊക്കെ റൂൾസ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്? ടു കീപ്പ് ഇൻ മൈൻഡ്. കോമാസ് ആൻഡ് കൊട്ടേഷൻ മാർക്സ് ഷുഡ് ബി റിമൂവ്ഡ്. ഡയറക്റ്റ് സ്പീച്ചിലത്തെ കോമാസും കൊട്ടേഷൻ മാർക്സ് എല്ലാം റിമൂവ് ചെയ്യണം. റിപ്പോർട്ടിംഗ് വെർബ് മസ്റ്റ് ചേഞ്ച് അക്കോർഡിംഗ്ലി. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റം വരുത്തണം. Pronouns and adverbs of time and place must be changed suitably. അതുപോലെ തന്നെ പ്രോനൗണിൽ മാറ്റങ്ങൾ വരും. അത് വളരെ വളരെ ശ്രദ്ധയോടെ നോക്കണം. Adverbs of time and place, now എന്നുള്ളത്, here എന്നുള്ളതൊക്കെ മാറും. Yesterday, today എന്നുള്ളതൊക്കെ മാറ്റം വരും. Conjunction must be applied. Conjunction that ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻസുകളിൽ ചിലപ്പോൾ if, whether എന്നുള്ള കൺജങ്ഷൻ ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് കൺജങ്ഷൻ suitable ആയിട്ട് അപ്ലൈ ചെയ്യുക. രേണു said to Daisy, I am very happy today. ഇവിടെ രേണു ഡെയ്സിനോട് എന്താണ് പറഞ്ഞത്? I am very happy today. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. ഇവിടെ രേണു said എന്നാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് എന്തായാലും നമുക്ക് ടെൻസ് മാറ്റേണ്ടി വരും. റിപ്പോർട്ടഡ് സ്പീച്ചിലത്തെ രേണു ടോൾഡ് ഡെയ്സി എന്നായി മാറി. കാരണം അവിടെ രേണു സെഡ് ടു ഡെയ്സി എന്നുള്ളത് കൊണ്ടാണ് അത് ടോൾഡ് എന്ന് മാറിയത്. ഒബ്ജക്റ്റ് ഉണ്ട്, രേണു സെഡ് ടു ഡെയ്സി എന്നുണ്ട്. അതുകൊണ്ട് രേണു ടോൾഡ് ഡെയ്സി എന്നാക്കി മാറ്റണം. ടോൾഡിന്റെ കൂടെ ടു വേണ്ട. രേണു ടോൾഡ് ഡെയ്സി ദാറ്റ് ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. അപ്പൊ അവിടുത്തെ ടെൻസ് മാറ്റി. ഐ ആം വെരി ഹാപ്പി ടുഡേ എന്നുള്ളതിന് അവിടെ ടെൻസ് മാറി പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ടുഡേ എന്നുള്ള ആ ഒരു adverb of time, that day ആയി മാറി. ടുഡേ എന്നുള്ളത് that day എന്നായി മാറി. രേണു told Daisy that she was very happy that day എന്ന് ആയി മാറുന്നു ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. The minister said, I will help the poor. ഇവിടെ മിനിസ്റ്റർ സെഡ് എന്നാണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലത്തെ ടെൻസിൽ മാറ്റം വരും. വിൽ ഹെൽപ്പ് എന്നുള്ളത് വുഡ് ഹെൽപ്പ് എന്നായി മാറും. ആ ഒരു മാറ്റം തന്നെ. ദ മിനിസ്റ്റർ സെഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് ദ പുവർ. സാനിയ സെഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഇവിടെ സാനിയ എന്താണ് പറഞ്ഞത്? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് സാനിയ പറഞ്ഞു. പക്ഷെ നമ്മളത് വേറെ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറി? സാനിയ സെഡ് ദാറ്റ് ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. പ്രോനൗണിലെ വ്യത്യാസം വളരെ വളരെ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സ്പീച്ചിൽ ഐ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റം വരും. അവിടെ നോക്കുക, സാനിയ എന്നായതുകൊണ്ട് ഷീ, മിനിസ്റ്റർ എന്നായതുകൊണ്ട് ഹി. അപ്പൊ മിനിസ്റ്റർ ഒരാളാണെന്നർത്ഥം. ഇത് സാനിയ എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. പ്രോനൗണിലുള്ള മാറ്റം വ്യത്യാസം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. ഹാവ് കംപ്ലീറ്റഡ് എന്തായി മാറി? ഹാഡ് കംപ്ലീറ്റഡ്. അതുപോലെ തന്നെ മൈ വർക്ക് എന്നുള്ളത് എന്തായി മാറി? ഹെർ വർക്ക്. സാനിയ പറയുമ്പോൾ അത് സാനിയന്റെ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന്. നമ്മൾ പറയുമ്പോൾ അവൾ പറഞ്ഞു അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ മാറ്റങ്ങളിലൊക്കെ നല്ല ഓർമ്മയോടുകൂടി മനസ്സിലാക്കുക. വരുൺ സെഡ് ടു ഹിസ് ഫ്രണ്ട്. വരുൺ ഫ്രണ്ടിനോട് പറഞ്ഞു ഐ ആം പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാംസ് നൗ. ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇവിടെയും ഒബ്ജക്റ്റ് ഉണ്ട്, വരുൺ സെഡ് ടു ഹിസ് ഫ്രണ്ട് എന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റണം. വരുൺ ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ് ഹി വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് എക്സാംസ് ദെൻ. ഇവിടെ ഓരോ മാറ്റങ്ങളും ശ്രദ്ധിക്കുക. പ്രോനൗണിൽ ഉണ്ടായ മാറ്റം ഐ എന്നുള്ളത് ഹി ആയി മാറി. അതുപോലെ തന്നെ ഫോർ മൈ എക്സാംസ് എന്നുള്ളത് ഹിസ് എക്സാം എന്നായി മാറി. നൗ എന്നുള്ളത് ദെനിലേക്ക് മാറി. ഈ മാറ്റങ്ങളെല്ലാം ഓർമ്മയോടുകൂടി മനസ്സിലാക്കുക.
Maya said, I was walking along the street. Maya പറഞ്ഞു, I was walking along the street. ഞാൻ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. Maya said that. She എന്നായി മാറി pronoun, I എന്നുള്ളത്. She had been walking. Past continuous എന്തായി മാറി? Past perfect continuousലേക്ക് മാറുന്നു. I was walking എന്നുള്ളത് I had been walking എന്നായി മാറി. Along the street. The teacher said, the sun rises in the east. ഇവിടെ ഒരു മാറ്റവും വരില്ല. ഇങ്ങനത്തെ സയന്റിഫിക് ട്രൂത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ജനറൽ ഫാക്ട്സ്, ഇതിലൊന്നും മാറ്റം വരില്ല. The sun rises in the east എന്ന് പറഞ്ഞാൽ the sun rises in the east അതേപോലെ അങ്ങോട്ട് എഴുതുക. The teacher said that. That എന്നുള്ള കൺജക്ഷൻ ചേർക്കുക എന്ന് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ബാക്കി അങ്ങനെ എടുത്തെഴുതാം. The teacher said that the sun rises in the east. The servant says, tea is ready. Servant എന്താണ് പറഞ്ഞത്? Tea is ready. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണ്. says എന്നാണ്, said എന്നല്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലത്തെ ടെൻസ് മാറ്റണ്ട. The servant says that tea is ready. He said India became independent in 1947. അവൻ പറഞ്ഞു said എന്നൊക്കെയാണ് റിപ്പോർട്ടിംഗ് വെർബ്. പക്ഷേ ഇവിടെയും ഒരു മാറ്റവും വരുത്തണ്ട. He said that India became independent in 1947. ആ ഫാക്ട് അതെന്നും ട്രൂ ആണ്. അതൊരു ഫാക്റ്റ് ആണ്, ജനറൽ ഫാക്ട്. അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് he said that India became independent in 1947. He said to me, I have been waiting here for 3 hours. അവൻ എന്നോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? I have been waiting here for 3 hours. 3 മണിക്കൂറായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ മാറും? have been waiting എന്നുള്ളത് had been waiting എന്നായി മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഹിയർ എന്നുള്ളത് there എന്നാക്കണം. I എന്നുള്ളത് he എന്നാക്കണം. കാരണം അവിടെ he said to me എന്നാണല്ലോ. she said to me എന്നാണെങ്കിൽ she എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ he said to me, he told me that he had been waiting there for 3 hours. Seema asked me, why are you so lazy today? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. Seema asked me, why എന്നുള്ള ആ ക്വസ്റ്റ്യൻ വേർഡിനെ അങ്ങനെ എടുത്തെഴുതുക. Why I was so lazy that day. Today എന്നുള്ളത് that day എന്നായി മാറി. വെർബ് are എന്നുള്ളത് was എന്നായി മാറി. are എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഇത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. അത്രയേ ഉള്ളൂ പ്രൊനൗണിൽ ഉണ്ടാവുന്ന മാറ്റം. you എന്നുള്ളത് I. Seema asked me why I was so lazy that day. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് എന്തായിരുന്നു? why are you so lazy today? ഇന്ന് എന്താണ് നീ ഇത്ര മാത്രം ലേസി ആയിരിക്കുന്നത്? where is the book? he said. അവൻ പറഞ്ഞു where is the book? he said എന്നുള്ള പാസ്റ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വെർബ്. said എന്ന് പറ്റില്ല, മാറ്റണം, asked എന്നാക്കണം. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. he asked me where the book was. ഇത് ഇങ്ങനെയാണ് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിനെ അങ്ങനെ എടുത്തെഴുതാം. പിന്നെ സബ്ജക്റ്റ് the book was, ഈസ് എന്നുള്ളത് was എന്നായി മാറി. അനു asked അരുൺ. അനു അരുണിനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? where has she gone? അവൾ എവിടെ പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ മാറ്റം വരും? അനു asked അരുൺ where she had gone. അവിടെ she എന്നുള്ളതിന് മാറ്റം വരില്ല. കാരണം അനു ചോദിക്കുന്നതേ അവൾ എവിടെ പോയി എന്നാണ്. അനു asked അരുൺ where she had gone. has gone എന്നുള്ളത് had gone എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. The girl said, how beautiful the rainbow is. ഇവിടെ എക്സ്ക്ലമേഷൻ സെന്റൻസ് ആണിത്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അതുകൊണ്ട് തന്നെ the girl exclaimed, how beautiful the rainbow is എന്നാണ്. The girl said, how beautiful the rainbow is. എന്ത് ഭംഗിയായിരിക്കുന്നു റെയിൻബോ എന്ന് അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു. The girl exclaimed that the rainbow was very beautiful. റെയിൻബോ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു.
ഈസ് എന്നുള്ളത് വാസ് എന്നായി മാറി. കാരണം ദ ഗേൾ സെഡ് എന്നാണ്. ഇത് ദ ഗേൾ സേയ്സ് എന്നാണെങ്കിലോ ദ ഗേൾ സേയ്സ് ഹൗ ബ്യൂട്ടിഫുൾ ദ റെയിൻബോ ഈസ് എന്നാണെങ്കിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ദ ഗേൾ എക്സ്ക്ലൈംഡ് ദാറ്റ് ദ റെയിൻബോ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നായി വരും. പക്ഷെ ദ ഗേൾ സെഡ് എന്നായതുകൊണ്ട് അവിടുത്തെ ഈസ് വാസ് എന്നായി മാറുന്നു. ഷീ സെഡ് ടു മീന, ഈസ് ഇറ്റ് റെയിനിങ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഓക്സിലറി വെർബ് വെച്ചുകൊണ്ട് തുടങ്ങുന്നു. അപ്പൊ ഇത് എങ്ങനെയാ മാറി? യെസ് ഓർ നോ ക്വസ്റ്റ്യന് വരുമ്പോ ഇഫ് അല്ലെങ്കിൽ വെദർ എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിക്കണം. ഷീ ആസ്ക്ഡ് മീന ഇഫ് ഇറ്റ് വാസ് റെയിനിങ് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഈസ് ഇറ്റ് റെയിനിങ് എന്നുള്ളത് എങ്ങനെയായി മാറി? ഷീ ആസ്ക്ഡ് മീന ഇഫ് ഇറ്റ് വാസ് റെയിനിങ്. അവിടെ ഈസ് എന്നുള്ള പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലേക്ക് വാസ് എന്നാക്കി മാറ്റി. ഇഫ് എന്നുള്ള കൺജങ്ഷൻ ചേർത്തു. ഷീ ആസ്ക്ഡ് മീന എന്നാക്കി. കാരണം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് തന്നെ എഴുതണം. ഷീ സെഡ് ടു മീ ആർ ദേ കമ്മിങ് വിത്ത് അസ്? ഇവിടെ ഷീ സെഡ് ടു മീ എന്നുണ്ട്. ഷീ ആസ്ക്ഡ് മീ വെദർ ദേ വർ കമ്മിങ് വിത്ത് അസ്. വെദർന്നോ അല്ലെങ്കിൽ ഇഫ് എന്നോ ആണ് വരിക ഓക്സിലറി വെർബ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക്, അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആർ ദേ കമ്മിങ് വിത്ത് അസ് എന്നുള്ളത് ഷീ ആസ്ക്ഡ് മീ വെദർ ദേ വർ കമ്മിങ് വിത്ത് അസ്. ഹി സെഡ് അലാസ് ഐ എം ഫെയിൽഡ്. ഇത് അലാസ് എന്നൊക്കെ കാണുമ്പോൾ അത് എക്സ്ക്ലമേഷൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഹി വാസ് ഫെയിൽഡ്. അലാസ് എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ അത് സോറോ അല്ലെങ്കിൽ സാഡിനെയാണ് കാണിക്കുന്നത്. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഹി വാസ് ഫെയിൽഡ്. ഹി സെഡ് എന്നുള്ളത് കൊണ്ട് അത് മാറ്റണം. റിപ്പോർട്ടഡ് സ്പീച്ചിലത്തെ ടെൻസ് ഐ ആം ഫെയിൽഡ് എന്നുള്ളത് ഐ എന്നുള്ള പ്രൊനൗണിലുണ്ടായ മാറ്റം ഹി വാസ് ഫെയിൽഡ് എന്നുള്ള ആ മാറ്റം ശ്രദ്ധിക്കുക. മദർ സെഡ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഇവിടെ മദർ സെഡ് എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാറ്റണം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം ഇതൊരു പ്രോവർബാണ്. പ്രോവർബുകളിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. Where there is a will, there is a way. Honesty is the best policy. Prevention is better than cure. അങ്ങനെയുള്ള നിറയെ പ്രോവർബുകളുണ്ട്. അതൊക്കെയാണ് ഇതിൽ വരുന്നതെങ്കിൽ അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ടെൻസ് മാറ്റാൻ പറ്റില്ല. മദർ സെഡ് ദാറ്റ് honesty is the best policy. ഇതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്.